ആശുപത്രിയിൽ നിന്നും ലഭ്യമായ ഒരു വിവരമാണ് ഈ ദുഃഖകരമായ കാര്യം. ഔദ്യോഗികമായിട്ട് മന്ത്രി അല്പസമയത്തിനകം തന്നെ ഇത് മാധ്യമങ്ങളോട് പറയും എന്നാണ് അറിയുന്നത്. കുട്ടി ഇന്നലെ മുതൽ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 11-ാം തീയതിയാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അന്ന് പനി ഉണ്ടായിരുന്നു. തുടർന്ന് പാണ്ടിക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പനി വിട്ടുമാറാതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്നു. 15-ാം തീയതി ഈ കുട്ടികൾ അബോധാവസ്ഥയിലായിരുന്നു. ഫിറ്റ്സ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ മാറ്റി. അവിടെ നിന്നാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വന്നത്. ഇവിടെ എത്തിയിട്ടാണ് സംസ്ഥാനത്തെ ലബോറട്ടറികളിൽ ഈ ഒരു നിപ്പ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഫലം വന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചികിത്സകൾ തുടരുന്നു. ഈ കുട്ടി 15-ാം തീയതി മുതൽ അബോധാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.